നമസ്കാരം. തീവ്രവാദ ഗ്രൂപ്പുകൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ പിടിമുറുക്കിയിരിക്കുന്നു. അല്പ നാളുകൾ കഴിയുമ്പോൾ, ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങളായി മാറും. തുർക്കിയെ പോലെയൊക്കെ തന്നെ ഇസ്ലാമിക രാജ്യങ്ങളായി മാറും. അതിനുവേണ്ട ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, നിരവധി തീവ്രവാദ സംഘടനകൾ, അതുപോലെ ഇന്ത്യയിൽ നിന്ന് റിക്രൂട്ട് ചെയ്ത തീവ്രവാദ ഏജന്റുമാർ ഒക്കെ തന്നെ യൂറോപ്പിന്റെ വിവിധ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ചും ജർമ്മനിയിലും ഓസ്ട്രിയയിലും ഒക്കെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന രഹസ്യ വിവരമാണ് അന്താരാഷ്ട്ര ചാര ഏജൻസി കൂടിയായ ഇസ്രായേലിന്റെ ചാര ഏജൻസി മൊസാദ് അവരുടെ റിപ്പോർട്ട് പുറത്തുവിടുന്നത്. മാത്രമല്ല, ഇവരെയൊക്കെ തെരഞ്ഞു പിടിച്ച് ആക്രമിച്ച് ഇല്ലാതാക്കും എന്നുള്ള കാര്യവും മൊസാദ് വ്യക്തമാക്കി കഴിഞ്ഞു. മൊസാദ് ഇത്തരത്തിൽ ഒരു കാര്യം വ്യക്തമാക്കാറൊന്നുമില്ല, അവർ അങ്ങനെ ചെയ്യാറേ ഉള്ളൂ. ഇത് വ്യക്തമാക്കിയത് അവർക്ക് ഉദ്ദേശങ്ങളുണ്ട്, നിരവധി ഉദ്ദേശങ്ങളുണ്ട്. ഇത് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഈ വാർത്ത പുറത്തറിയുമ്പോൾ തീർച്ചയായിട്ടും ഇവർ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് ചേക്കേറാൻ ശ്രമിക്കും. ചില രാജ്യങ്ങൾ ഇവർക്ക്, ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾ ഇവർക്ക്, ഈ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് അഭയം കൊടുക്കാൻ ശ്രമിക്കും. അതുവഴി ഇവരെ ഏതെങ്കിലും തരത്തിൽ തീർക്കാനുള്ള പരിപാടിയാണ് മൊസാദ് പ്ലാൻ ചെയ്യുന്നത് എന്നാണ് ഒരു പൊതുവെയുള്ള ഒരു അന്താരാഷ്ട്ര നിഗമനം. മൊസാദിന്റെ നിഗമനങ്ങളൊന്നും തന്നെ നമുക്ക് പറയാൻ പറ്റില്ല, നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല, വ്യക്തമാക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ജർമ്മനിയിലും ഓസ്ട്രിയയിലും ഫ്രാൻസിലും അടക്കം നിരവധി തീവ്രവാദ ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ട ഓഫീസുകളൊക്കെ തന്നെ മൊസാദ് ലൊക്കേറ്റ് ചെയ്തു കഴിഞ്ഞു. ഇതിൽ 6-7 പേരെ ഇവർ പിടികൂടിയിട്ടുണ്ട്. ഇവരിൽ നിന്നാണ് ഈ വിവരങ്ങളൊക്കെ തന്നെ ലഭിച്ചത്. ഇന്ത്യയിൽ നിന്നടക്കം റിക്രൂട്ട് ചെയ്യപ്പെട്ട മത തീവ്രവാദികൾ യൂറോപ്പിന്റെ വിവിധ മേഖലകളിൽ തമ്പടിച്ച് അവിടെ ഇത്തരത്തിലുള്ള മതഭീകരവാദ പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഹമാസിന്, ആഗോള ഭീകര സംഘടനയായ ഹമാസിന് യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ ബ്രാഞ്ചുകളും ഓഫീസുകളും പ്രവർത്തകരുമുണ്ട് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടും മൊസാദ് പുറത്തുവിടുന്നുണ്ട്. മൊസാദ് തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഹമാസ് എന്നല്ല, ഹിസ്ബുള്ള എന്നല്ല, അൽ ഖ്വയ്ദ എന്നല്ല, ഏത് തീവ്രവാദ ഗ്രൂപ്പ്, IS എന്നല്ല, ഏത് തീവ്രവാദ ഗ്രൂപ്പ് ആയാലും, ലഷ്കർ ഇ തോയ്ബ ആയാലും, ഈ യൂറോപ്യൻ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് മൊസാദ് ഒരു വലിയ ഓപ്പറേഷനാണ് പ്ലാൻ ചെയ്യുന്നത്. കൃത്യമായി ഓപ്പറേഷൻ. അതായത് ധാരാളം രാജ്യങ്ങളുണ്ട് യൂറോപ്പിനെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഈ തീവ്രവാദ സംവിധാനങ്ങളെ മുച്ചൂടും തകർക്കും. മാത്രമല്ല, ഇവർ ഈ പ്രദേശത്തുള്ള ഇസ്രായേലികളെയും ജൂതന്മാരെയും ഒക്കെ തന്നെ തെരഞ്ഞു പിടിച്ച് കൊന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. അതേ തുടർന്നായിരുന്നു ശക്തമായ ഒരു പ്രതികരണം ഉണ്ടായത്. അതായത് മുസ്ലിങ്ങൾ അല്ലാത്തതെല്ലാം ഇവർക്ക് കാഫറുകളാണ്. അത് ജൂതനായാലും ശരി, ക്രിസ്ത്യാനായാലും ശരി, ഹിന്ദു ആയാലും ശരി, മതമില്ലാത്തവനായാലും ശരി, ആ രീതിയിൽ ഒരുപാട് വേരുകളുള്ള ഒരു തീവ്രവാദ ഗ്രൂപ്പുകൾ ഇങ്ങനെ യൂറോപ്പിന്റെ വിവിധ രാജ്യങ്ങളിലൊക്കെ തന്നെ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നു. അതിനെ ഇല്ലാതാക്കാൻ, അതിനെ തകർക്കാൻ ഒരു തീവ്രവാദിയെ മിച്ചം വെക്കാതെ തീർക്കാനുള്ള തീരുമാനമെടുത്തു കഴിഞ്ഞു മൊസാദ് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. എന്തൊക്കെയായാലും മൊസാദ് തീരുമാനിച്ച കാര്യം പറയുകയും ചെയ്തു. അവര് പറയാതെ തന്നെ ചെയ്യുന്നവരാണ്. ഈ അജ്ഞാതരാൽ കൊല്ലപ്പെടുക എന്ന് പറയുന്ന രീതിയുണ്ട്. വീട്ടിൽ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൃത്യം 10 പേർ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട ആളിന്റെ, അല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ച ആളിന്റെ തലയിൽ മാത്രം വന്ന് ഒരു കുഞ്ഞു ബോംബ് വീഴും, അല്ലെങ്കിൽ ഒരു വെടിയുണ്ട അയാളുടെ നെഞ്ചു മാത്രം തുളച്ചു കയറും. ഇതൊക്കെയാണ് മൊസാദിന്റെ രീതി. അപ്പം ഇവരത് പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ഒറ്റ തീവ്രവാദിയെയും, അത് ഹമാസ് എന്നല്ല ഏത് സംഘടനയിൽപ്പെട്ടവനായാലും, ഒരുത്തനെയും വെറുതെ വിടാതെ മുച്ചൂടും തീർത്തും തരിപ്പണമാക്കും എന്നുള്ള ഒരു നീക്കത്തിലാണ് ഒരു പുതിയ ഓപ്പറേഷൻ മൊസാദ് പ്ലാൻ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻ നടന്ന ശേഷം ഉള്ള വിവരങ്ങൾ മാത്രമേ ഇനി നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ തീർച്ചയായിട്ടും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരികയാണെങ്കിൽ അതിന്റെ ഫോളോ അപ്പും മറ്റു കാര്യങ്ങളും ഒക്കെ DNA-യിലൂടെ ഞങ്ങൾ നൽകും. മൊസാദ് ഒരു ചെറിയ ആളല്ല, അല്ലെങ്കിൽ ഒരു ചെറിയ ഗ്രൂപ്പ് അല്ല. മൊസാദിനെ പറ്റി ആർക്കും ഒന്നും അറിയില്ല. മൊസാദ് എന്താണെന്ന് അറിയില്ല. മൊസാദ് പക്ഷേ ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ പറയും. ചിലപ്പോൾ യൂറോപ്പ് കേന്ദ്രീകരിച്ചായിരിക്കും പറയുന്നത്. മൊസാദിന്റെ ഓപ്പറേഷൻ അമേരിക്കൻ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലോ ഒക്കെ ആയിരിക്കും. പറയുന്നതല്ല അവർ ചെയ്യുന്നത്. പക്ഷേ തീവ്രവാദത്തെ ഇല്ലാതാക്കാൻ അവർ ഒരുങ്ങിയിറങ്ങിയിരിക്കുന്നു പുതിയ നീക്കങ്ങളുമായി.